ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കനാണ് ഷെയർ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയുമാണ് ആവശ്യമുള്ളത്. പിന്നെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം നമുക്ക് കറി ടേസ്റ്റ് ഉള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെറിയുള്ളി മുഴുവനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് പൊടികളൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൗഡർ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ കൂടുന്നതിനനുസരിച്ച് പൊടികളൊക്കെ കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് ചൂടായി മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ 2ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1ാം പാല് മാറ്റി വെച്ച ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അരിച്ചിട്ടുള്ള 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിത് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് വേവിക്കേണ്ട. അപ്പോൾ കുറച്ച് 2ാം പാല് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ചിക്കനൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതി. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ഞാനിപ്പോൾ 2 വിസിൽ മാത്രമേ അടിക്കുന്നുള്ളൂ. ഓരോരോ ചിക്കനും ഓരോരോ വേവായിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ചിക്കൻ പെട്ടെന്ന് വെന്ത് വരുന്നത് കൊണ്ട് ഞാനിപ്പോൾ 2 വിസിൽ മാത്രമേ അടിക്കുന്നുള്ളൂ. സ്റ്റീമൊക്കെ പോയ ശേഷം ഞാനിപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1ാം പാല് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. കറി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ 1ാം പാൽ ഒഴിച്ച ശേഷം നമ്മൾ ഒരുപാടിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറി പുട്ടിനും നെയ്ച്ചോറിനും നല്ലൊരു കോമ്പിനേഷനാണ്. താങ്ക്